ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ വൺസ് അഗെയിൻ. ആൻഡ് മെസ്സേജ് അയച്ച എല്ലാവർക്കും എന്നോട് നേരിട്ട് പറഞ്ഞ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, സോ മൈസെൽഫ് ജിഷ. നിങ്ങൾക്ക് ഞാൻ ഏത് ദിവസമാണ് ടൈം ടേബിൾ പ്രകാരം മൺഡേ വെനസ്ഡേ ക്ലാസ് ഉണ്ടാവും. എന്റെ ക്ലാസ് ആയിരിക്കും മൺഡേ വെനസ്ഡേ. ഓക്കെ, എന്തെങ്കിലും എമർജൻസിയിൽ വല്ല അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ മാത്രമേ ഡേ ഒന്ന് മാറുള്ളൂ. So we will be together on these 2 days at sharp 10:30. ഷാർപ്പ് ഞാൻ ഇന്ന് പറയാൻ കാരണം ഞാൻ ലേറ്റ് ആയി. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എനിക്ക് ഈ ലിങ്ക് കിട്ടാൻ കുറച്ച് താമസിച്ചു. ഓക്കെ, ഫൈൻ. എനിവേ, നമുക്ക് സമയം കളയണ്ട. ബട്ട് ബിഫോർ ഗോയിങ് ടു അവർ ക്ലാസ്, ഇംഗ്ലീഷിലേക്ക് പറയണത് നമ്മളുടെ മീഡിയം നമ്മൾ എത്രത്തോളം ഇംഗ്ലീഷ് ആക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞു തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുക. ഇറ്റ്സ് എ ലാംഗ്വേജ്, ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യാൻ ഏറ്റവും ഈസിയാണ്. മലയാളം ടഫസ്റ്റ് സെക്കൻഡ് ലാംഗ്വേജ്. ഫസ്റ്റ് വൺ ഏതാണെന്നറിയൂ? ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് വൺ ഏതാണെന്നറിയൂ? ചൈനീസ്. യെസ്, ചൈനീസ്. മലയാളം സെക്കൻഡ് വൺ ആണ്. ഈ പഞ്ചാബികളൊക്കെ പറയും, നോർത്തുള്ളവരൊക്കെ പറയും, എന്താ നിങ്ങൾ സംസാരിക്കുന്ന ഒരു പാത്രത്തിനകത്ത് കുറെ കല്ലും മണ്ണും കുപ്പിച്ചില്ലും ഒക്കെ ഇട്ടിട്ട് കുലുക്കുന്ന പോലെ എന്നാണ് അവര് നമ്മുടെ ലാംഗ്വേജിനെ പറയാറ്. സോ നമുക്ക് ഏത് ലാംഗ്വേജും പഠിക്കാൻ പറ്റുന്നതാണ് എന്റെ ഒരു വിശ്വാസം. നമ്മൾ മലയാളം യൂസ്ഡ് ആയതുകൊണ്ടല്ലേ നമ്മൾ മലയാളം പറയുന്നത്. നമ്മൾ കുറച്ച് ഇപ്പം ഭായിമാരൊക്കെ ഇവിടെ പണിക്ക് വന്നു തുടങ്ങിയപ്പം നമ്മൾ ഹിന്ദിയും പറയാൻ തുടങ്ങി. സോ അപ്പം ഇംഗ്ലീഷ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗ്രാമറും വൊക്കാബുലറിയും നമുക്ക് തൽക്കാലം പുറത്ത് വെച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ബട്ട് നമ്മുടെ ക്ലാസ്സിൽ സർട്ടൻ ഗൈഡ് ലൈൻസ് ഉണ്ട്. വേറെ ഒന്നുമല്ല, അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്. ഗൈഡ് ലൈൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എവ്രി ഡേ നിങ്ങൾക്ക് ഒരു പ്രെയർ ഉണ്ടായിരിക്കും. പ്രെയർ എല്ലാരും പ്രെയർ എഴുതണം. ഇംഗ്ലീഷിലായിരിക്കണം പ്രെയർ. ഒരു 6 to 12 ലൈൻസ്, മിനിമം 6, മാക്സിമം 12 ലൈൻസ്. നിങ്ങൾ പ്രെയർ ചെയ്യാറുണ്ടായിരുന്നു ക്ലാസ് റൂമില്? നോ പ്രോബ്ലം. ഓക്കെ, പിന്നെ നമുക്ക് അത് കഴിയുമ്പോഴേക്കും സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്യണത് അറിയാലോ, രഞ്ജിനി ഹരിദാസിനെ ഒക്കെ കണ്ടിട്ടില്ലേ? അവരുടെ അത് കഴിഞ്ഞ് ഇപ്പൊ പുതിയ പുതിയ ആങ്കേഴ്സ് ഒക്കെ വന്നു തുടങ്ങി. നമ്മൾ ഈ RJസും BJസും ഒക്കെ സൈൻ ഇൻ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഐ ആം സോ ആൻഡ് സോ സൈനിങ് ഇൻ എന്ന് പറഞ്ഞ് അവരുടേതായ ഒരു പ്രത്യേക സ്റ്റൈലിലായിരിക്കും അവർ സംസാരിക്കുന്നതും. ഇപ്പം വീഡിയോ കാണാൻ പറ്റുന്നതാണെങ്കിൽ RJസ് അവരുടെ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. വീഡിയോ കാണാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് അവരുടെ ചില സ്റ്റെപ്സും കാണാം, അവരുടെ ഒരു മൂവ്മെന്റ്സ്, ഒരു റിതം, ഒരു താളത്തിലൊക്കെ അവർ മൂവ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റിതത്തിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. നമുക്ക് ഇത്രയും പേര്, ഒരു 53 പേരുണ്ട്, ഞാൻ ഉൾപ്പെടെ 54. അപ്പോ ഇത്രയും പേർക്ക് സൈൻ ഇൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ടഫായിരിക്കും. നമുക്ക് എവറി ഡേ 2 പേര് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്ത് എല്ലാരും വിഷ് ചെയ്യാം, അതാണ് ചെയ്യേണ്ടത്. പിന്നെ ക്ലാസ് തീരുമ്പോ സൈൻ ഔട്ട് ആണ്. ക്ലാസ് തീരുമ്പോ സൈൻ ഔട്ട്. പിന്നെ ഒരു തീം സോങ് നമുക്ക് ഉണ്ടായിരിക്കണം. തീം സോങ് വേറൊന്നുമില്ല, നമ്മളിവിടെ ചെയ്യുന്ന കോഴ്സ് മോണ്ടിസോറി ആണ്. അപ്പോ നമ്മളുടെ കോഴ്സിനെ കുറിച്ച് നമ്മളുടെ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രെയിനീസ് ആണ്. അതായത് ഫ്യൂച്ചർ ഫെസിലിറ്റേറ്റേഴ്സ്, ടീച്ചേഴ്സ് അല്ല, ഫ്യൂച്ചർ ഫെസിലിറ്റേറ്റേഴ്സ്. ട്രെയിനീസും ട്രെയിനറും, അത് അങ്ങനെയാണ് ക്ലാസ്. ഗുഡ് മോർണിംഗ്. ടീച്ചർ എന്നുള്ളത് നമുക്കിവിടെ ഇല്ല. ട്രെയിനറും ട്രെയിനീസും ആണ്. അപ്പോ എല്ലാ ട്രെയിനീസും സൈൻ ഇൻ ചെയ്യണം, എല്ലാ ട്രെയിനീസും സൈൻ ഔട്ട് ചെയ്യണം എന്നാണ്. സമയം ഇല്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും 2 പേര് അവരുടെ ടേൺ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്ത് ക്ലാസ് തുടങ്ങുമ്പോൾ പ്രെയർ, സൈൻ ഇൻ, ദെൻ ആർക്കെങ്കിലും ഒരാൾക്ക് തോട്ട് ഓഫ് ദ ഡേ പറയാം. തോട്ട് ഓഫ് ദ ഡേ പറയുന്ന സമയത്ത് വെൽക്കം ചെയ്യാം. ഓക്കെ, വെൽക്കം ചെയ്യാം, ക്ലാസ്സിലുള്ള എല്ലാരെയും വെൽക്കം ചെയ്യാം. തോട്ട് ഓഫ് ദ ഡേ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട്, ആരുടെയും കോട്ടായിട്ട് പറയാം, ഒരു കൊച്ചു സ്റ്റോറി ആയിട്ട് പറയാം. ഇതെല്ലാം നമ്മളുടെ ക്ലാസ്സിന്റെ വിത്തിൻ ഒരു 6 മിനിറ്റ്സിനുള്ളിൽ കഴിയണം. അതുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ടൈം കളയാനില്ല. ലാസ്റ്റ് സൈൻ ഔട്ട്. തീം സോങ് ഞാൻ പറഞ്ഞത് മോണ്ടിസോറി കോഴ്സിനെ കുറിച്ച്, അതിന്റെ പ്രത്യേകതയെ കുറിച്ച്. തീം സോങ്ങിന് ഞാൻ ഒരു 2 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് തീം സോങ് ചെയ്താൽ മതി. കാരണം മോണ്ടിസോറി ടെക്നിക്കും പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെയുള്ള ട്രെയിനീസിനെയും ട്രെയിനറെയും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം തീം സോങ് എഴുതാനായിട്ട്. പിന്നെ വേറൊന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ. ദെൻ നമ്മൾക്ക് ഇടയ്ക്ക് ഒരു മെഡിറ്റേഷൻ 3 മിനിറ്റ്സ്, 5 മിനിറ്റ്സ്, അതിൽ കൂടുതൽ സമയം എടുക്കാൻ പറ്റും. അത് എല്ലാ ദിവസവും പറ്റില്ല, വൺസ് ഇൻ എ വൈ. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ബ്രെയിൻ എക്സസൈസസ്, യോഗ, സൂംബ ചെയ്യാൻ
പറ്റുവാണെങ്കിൽ സൂംബ. അപ്പൊ അതൊക്കെ നിങ്ങളിലുള്ള ആരെങ്കിലും ലീഡ് ചെയ്യുവാണെങ്കിൽ, അറിയാവുന്നവരുണ്ടെങ്കിൽ അത് ലീഡ് ചെയ്തോളൂ. യോഗയുടെ ഒരു 2-3 സ്റ്റെപ്സ് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഫുൾ പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല, ഒരു 3 മിനിറ്റ്സ് കൊണ്ട്. പിന്നെ ബ്രെയിൻ എക്സസൈസസ് കാണിച്ചു കൊടുക്കാം. എറോബിക്സ് അറിയാവുന്നവർക്ക് അത് കാണിക്കാം. സൂംബ അറിയാവുന്നവർക്ക് ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ഓരോ ക്ലാസ്സിൽ. സോ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പോവാം. ഓൾറെഡി നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ? ലൈക് ഹെൽത്തിനെ കുറിച്ചും ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെയാണ്. ഡെവലപ്മെന്റ് ആണ് ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 2, മോഡ്യൂൾ 1 പാർട്ട് 2 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? സോ ക്യാൻ വി സ്റ്റാർട്ട് വിത്ത് എ പ്രേയർ? ആരാ പ്രേയർ ചെയ്യാൻ പോകും? Good morning. Bless us, Lord, throughout the day, while at school, at home, at play. Help us to love and not to hate. Bless us all, oh Lord, we pray. Thank you. സോ ഇന്നിപ്പോ എന്തായാലും സൈൻ ഇൻ ആരെങ്കിലും കേട്ടപ്പോ ഒന്ന് ചെയ്യണം തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്ത് സ്റ്റെപ്സും എടുക്കാം. തിരുവാതിര, കഥകളി, കുച്ചിപ്പിടി, ഭരതനാട്യം, ഒപ്പന, മാർഗംകളി, അങ്ങനെ എന്ത് ഡാൻസ് സ്റ്റെപ്സും, എറോബിക്സ്, സൂംബ, എന്ത് ഡാൻസ് സ്റ്റെപ്പ് ചെയ്തും. പക്ഷെ ഒരു കണ്ടീഷൻ, സൈൻ ഇൻ ചെയ്യുമ്പോൾ വീഡിയോ ഓൺ ചെയ്യണം. കാണണ്ടേ? ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ഡെവലപ്മെന്റ് ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി, നമ്മളുടെ മോഡ്യൂൾ 1 പാർട്ട് 2. ഓക്കെ, അപ്പൊ അതില് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് കഴിഞ്ഞു, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് കഴിഞ്ഞു, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് കഴിഞ്ഞു. ഓക്കെ, ജസ്റ്റ് അതിൽ നിന്നും ഒന്ന് മനസ്സിലാക്കിയ കാര്യം ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മൾ അടുത്ത കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലേക്ക് പോവുകയാണ്. എല്ലാ ഡെവലപ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒരു കുട്ടിയുടെ ലൈഫിനെ, അവൻ അഡൾട്ട്ഹുഡിലേക്ക് പോകുമ്പോൾ ആ കുട്ടിയുടെ ലൈഫിനെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണത്. ഓക്കെ, ഓക്കെ ഫൈൻ. ഈ ഹാൻഡ് റൈസ് ചെയ്തത് എന്തിനായിരുന്നു? എന്തെങ്കിലും പറയാനാണോ? ശ്രുതി, ഫ്രിയ, ആരൊക്കെയോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. അഷ്നയൊക്കെ, അഷ്ന, അനീഷ, കുറെ പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. എന്തെങ്കിലും പറയാനാണോ? സോ പ്ലീസ്. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? മാം ഏത് മാം എടുത്തതിന്റെ തുടർച്ചയായിട്ടാണ് മാം ക്ലാസ് എടുക്കുന്നത്? ആക്ച്വലി ഞാൻ പാർട്ട് 2 4ാമത്തെ യൂണിറ്റ് ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അപർണ മിസ് 1, 2, 3 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു, ശരിയല്ലേ? ഓക്കെ, 5ാമത്തെ യൂണിറ്റ് അശ്വതി മിസ് അല്ലേ എടുക്കുന്നത്? ലാംഗ്വേജ് ഡെവലപ്മെന്റ്. 4th യൂണിറ്റ് എടുത്തിട്ടില്ലല്ലോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? ഇല്ലെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. സോ മോഡ്യൂൾ 1 പാർട്ട് 2 4th യൂണിറ്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഞാൻ ഇപ്പൊ അതൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് PDF കിട്ടിയിട്ടുണ്ടാവണം. ഒരു 1 സെക്കൻഡ്, ഞാൻ സ്ക്രീൻ ഒന്ന് എടുത്തോട്ടെ. ഇപ്പൊ ഇത്രയും പഠിച്ചില്ല. എന്താണ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്. നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ എന്താണ്? ഈ 3 ഡെവലപ്മെന്റ് സ്റ്റേജും കണ്ടപ്പോ എന്തെല്ലാം ഫീൽ ചെയ്തു? എന്തൊക്കെ മനസ്സിലായി? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ലൈഫിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, അവരുടെ സോഷ്യൽ ഡെവലപ്മെന്റ് ആണെങ്കിലും ഇമോഷണൽ ഡെവലപ്മെന്റ് ആണെങ്കിലും ഓരോ കാലം കഴിയുന്നതും ഈ സമൂഹത്തിൽ നമ്മൾ ജീവിച്ചു വരുന്നതോടും ഇതൊക്കെ ഇങ്ങനെ ഡെവലപ്പായി വരികയാണ് ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്യാരക്ടറിനെയും നമ്മുടെ ബിഹേവിയറിനെയും ഒക്കെ ഒരുപാട് നല്ലതാക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും? ടീച്ചേഴ്സിനും ഫാമിലിക്കും സമൂഹത്തിനും ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരുടെ ബിഹേവിയർ ഡെവലപ്മെൻറ്റിന് ഒത്തിരി കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ കഴിയും.
അവരെ ബിഹേവിയറിനെയും അവരുടെ ഗ്രോത്തിനെയൊക്കെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്, ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്നുണ്ട്. സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റോ? നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒരു കുട്ടിക്ക് കിട്ടുന്ന അറിവുകൾ, ആ ചുറ്റുപാടിൽ നിന്ന് അവൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ജീവിതാനുഭവങ്ങളൊക്കെയാണ് സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റിൽ വരുന്നത്. നമ്മൾ ജീവിക്കുന്നത് നല്ലൊരു ചുറ്റുപാടിലാണെങ്കിൽ നമ്മുടെ അയൽവാസികൾ, നമ്മൾ കാണുന്നവർ, ഇടപഴകുന്നവരൊക്കെ നല്ലൊരു ഇതിലാണ് ഇരിക്കുന്നവരെങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവവും ആ കുട്ടിയുടെ സംസ്കാരവും ഒക്കെ ആ രീതിക്ക് അനുസരിച്ചുള്ളതായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് നമ്മൾ കണ്ടു വളരുന്ന സാഹചര്യങ്ങളല്ല. ഇപ്പൊ നല്ലൊരു ഹെൽത്തി ഫാമിലിയിൽ വളരുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവൻ അതിൻ്റെതായിട്ടുള്ള ഒരു സംസ്കാരം കാണിക്കും. അതല്ലാതെ നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ ദിവസവും കാണുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടി ചെറുപ്പം മുതലേ കണ്ടു വളരുന്നതെങ്കിൽ, നമ്മുടെ ഫാമിലിക്കകത്തും അതുപോലുള്ള കാര്യങ്ങളാണ് കണ്ടു വളരുന്നതെങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ പതിയെ പതിയെ അതിൻ്റെതായ ദോഷങ്ങൾ ആ കുട്ടി കാണിച്ചു തുടങ്ങും എന്നുള്ളതാണ് സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്നും പറയുന്നത്. നിങ്ങൾ എല്ലാരും പറഞ്ഞതനുസരിച്ച് ആ ചെറിയ പ്രായത്തിൽ തന്നെ ശരിയായ രീതിയിലുള്ള ഡെവലപ്മെന്റ് സ്റ്റേജസിലൂടെ കുട്ടി കടന്നു പോയില്ലെങ്കിൽ അഡോളസൻസ് അഡൾട്ട്ഹുഡിലേക്ക് എത്തുമ്പോഴേക്കും അവനില് പല പ്രശ്നങ്ങളും ഉണ്ടാകും. നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്, പല പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെ. അപ്പോ അവന്റെ ആ ഒരു ഏജിൽ ആ ഡെവലപ്മെന്റ് സ്റ്റേജ് എല്ലാം ശരിയായ രീതിയിലുള്ള ഡെവലപ്മെന്റ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനൊരു അഡൾട്ടായിട്ട് സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോ സൊസൈറ്റി എനിക്ക് എന്താണോ വേണ്ടത്, വാട്ട് സൊസൈറ്റി നീഡ്സ്, അത് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കുട്ടിക്ക് പറ്റും. നമ്മൾ നമ്മുടെ നേച്ചറിൽ നിന്നും എല്ലാ റിസോഴ്സും എടുക്കുന്നു, വാട്ടർ, എയർ എല്ലാം എടുക്കുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ തിരിച്ച് നമ്മളുടെ നേച്ചറിലേക്ക് നമ്മൾക്ക് ചില കാര്യങ്ങൾ കമ്മിറ്റ്മെന്റ് ഉണ്ട്, നമ്മുടെ കടമകൾ അല്ലെ, ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തിരുന്നു. മറിയ മോണ്ടിസോറി ഇത്രയും മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. യൂണിവേഴ്സ് മോണ്ടിസോറി ഒരു കൺട്രിന്നോ ഒരു ചെറിയ വില്ലേജിന്നോ വിചാരിച്ചിട്ടില്ല. ഓൾ ദ യൂണിവേഴ്സിലെ പീസ് ആൻഡ് ഹാർമണി അതായിരുന്നു മോണ്ടിസോറിയുടെ എയിം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ തന്നെ, ഈവൻ അമ്മയുടെ വൂമ്പിലായിരിക്കുമ്പോൾ തന്നെ കുട്ടിയിൽ ശരിയായ രീതിയിലുള്ള ഡെവലപ്മെന്റ് വരണം എന്നായിരുന്നു മോണ്ടിസോറി വിചാരിച്ചത്. മോണ്ടിസോറി കുറെ എക്സ്പെരിമെന്റ്സ് ചെയ്തു, കുറെ സ്റ്റഡീസ് നടത്തി, കുറെ റിസർച്ച് നടത്തി. അതിനുശേഷമാണ് അവർ ഈ മെത്തേഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവര് പറയുന്നത് കുട്ടി ഒരു യൂണിവേഴ്സിലേക്ക് അവൻ ഇറങ്ങി ചെല്ലുമ്പോൾ അവനൊരു അപരിചിതത്വം തോന്നരുത്. അതുകൊണ്ട് മോണ്ടിസോറി ക്ലാസ് റൂമും സ്കൂളും എല്ലാം ഒരു യൂണിവേഴ്സിന്റെ മിനിയേച്ചർ വേർഷൻ ആയിരുന്നു. അവനൊന്നും എല്ലാം പരിചിത. പുറത്തെ വേൾഡിലേക്ക് അവൻ ഇറങ്ങുമ്പോൾ അവൻ കൈകാര്യം ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെയാണ് അതൊരു കുറച്ച് വലിയ രൂപത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിലാണ് മോണ്ടിസോറി ക്ലാസ് റൂംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇനി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് പറയാൻ പോകുന്നത്. എന്താ കോഗ്നിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്? വൈജ്ഞാനികപരമായിട്ടുള്ള വളർച്ച. നമുക്ക് തിങ്ക് ചെയ്യാനും റീസണിങ്, നമ്മുടെ യുക്തി ചിന്ത അല്ലെ, ഒരു കാര്യം കാണുമ്പോൾ ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്താൽ അത് ശരിയാകും. നമ്മളൊരു പ്രോബ്ലം കൊടുക്കുമെന്ന് വിചാരിച്ചു ഒരു കുട്ടിക്ക്, അവന്റെ ഏജിനനുസരിച്ചിട്ടോ പ്രോബ്ലം കൊടുക്കുമ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് അനലൈസ് ചെയ്ത് റിസൾട്ട് എടുക്കാനുള്ള ആ ഒരു എബിലിറ്റി, അതാണ് കോഗ്നിറ്റീവ് എന്ന് പറയുന്നത്. എബിലിറ്റി ടു തിങ്ക് ആൻഡ് റീസൺ. ഇപ്പൊ നമ്മളൊരു കുട്ടിക്ക് ആൽഫബറ്റ്സും നമ്പേഴ്സും കൂടെ നമ്മുടെ കുറച്ച് സർട്ടൻ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് നമ്മൾ വാങ്ങില്ലേ ആൽഫബറ്റ്സും ഇതൊക്കെ ഇങ്ങനെ ബ്ലോക്സ് ആയിട്ട്. അപ്പൊ അത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുട്ടിയോട് ഇതിന്ന് ആൽഫബറ്റ്സും നമ്പേഴ്സും അറിഞ്ഞു വരുന്ന ഒരു കുട്ടിയാണ്, അവൻ അറിയാം ഏതാണ് ആൽഫബറ്റ്സ് ഏതാണ് നമ്പേഴ്സ് അറിയാവുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ആൽഫബറ്റ്സ് മാത്രം നമ്പേഴ്സ് മാത്രമായിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് ചെയ്യുന്ന അവന്റെ എബിലിറ്റിയാണ് അവന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഹൗ ടു കമ്പൈൻ, ഹൗ ടു സെപ്പറേറ്റ്, ഹൗ ടു ഓർഡർ ആൻഡ് ഹൗ ടു ട്രാൻസ്ഫോം ഒബ്ജക്ട്സ് ആൻഡ് ആക്ഷൻസ്. അതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ പറയുന്നത്. കുട്ടിയുടെ തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി, റീസണിങ് ചെയ്യാനുള്ള എബിലിറ്റി. നമുക്ക് അറിയില്ലേ, നമ്മളിപ്പം ഈ കുട്ടികളൊക്കെ ഇങ്ങനെ
പ്രൊഫഷണൽ കോഴ്സിനൊക്കെ ചേർന്ന് കഴിയുമ്പോൾ അവർക്ക് ഇങ്ങനെ ഏതെങ്കിലും കമ്പനികൾ വന്ന് ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്താറുണ്ട്. അഭിരുചി പരീക്ഷ അല്ലെ, ഏതൊരു ഇതിലേക്കും അപ്ലൈ ചെയ്ത് ഇപ്പം നവോദയ സ്കൂളിലേക്ക് പോകുമ്പോഴും ഉണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് ശരിക്കും ഈ കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രോപ്പർ ആണോ എന്നുള്ളതിന്റെ ഒരു അനാലിസിസ് ആണ്. ആ ഒരു ലെവലിൽ വരുന്ന കുട്ടികളാണ് അതിലൊക്കെ ക്വാളിഫൈ ചെയ്ത് പോകുന്നത്. അപ്പം എന്തായിരുന്നു, കുട്ടികളുടെ എബിലിറ്റി ടു തിങ്ക് ആൻഡ് റീസണിങ് അവർക്ക് അറിയാൻ പറ്റണം. ഹൗ ടു കമ്പൈൻ, ഹൗ ടു സെപ്പറേറ്റ്, ഒരേ കളർ ഉള്ളത് സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും ദേ ക്യാൻ, ഇഫ് ദേ നോ ഹൗ ടു ഡു ദാറ്റ് മീൻസ് അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ശരിയായ രീതിയിലാണ് പോകുന്നത്. പിന്നെ കറക്റ്റ് ഓർഡറിൽ വെക്കാൻ, നമ്മള് ചെറിയ കുഞ്ഞുങ്ങൾക്കൊരു ടോയ് വാങ്ങിച്ചു കൊടുക്കാറില്ല, ഇങ്ങനെ റിങ്, കുറെ റിങ്, ഒരു പറയാ പ്രിസം, ഒരു സ്തൂപം പോലത്തെ ഒരു സാധനം ഉണ്ടാവും, അതിൽ ഈ റിങ് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ കണ്ടിട്ടില്ലേ ടോയ്? അപ്പൊ ഈ റിങ്ങിന് പല ഡയമീറ്റർ ആയിരിക്കും. അപ്പൊ അത് ഓർഡറിൽ വെക്കാൻ ആദ്യം ചിലപ്പോ കുട്ടി ഏറ്റവും വലിയ റിങ് ആണ് താഴെ വരുന്നത് അല്ലെ, നമ്മൾ മുകളിലേക്ക് വരുന്നതോറും ചെറിയ ഡയമീറ്ററിൽ വരുന്ന റിങ് വരും. കുട്ടി ചെറുതിട്ട് കഴിയുമ്പോൾ അടുത്ത് ഇടുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഇതല്ല, അപ്പൊ വീണ്ടും അത് തിരിച്ചെടുക്കും. എന്നിട്ട് അത് ശരിയാകുന്ന വരെയും അവരത് റിപ്പീറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? നമ്മൾ ഹെൽപ്പ് ചെയ്യാതെ അവരത് ചെയ്യുന്നത് മീൻസ് അവന്റെ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഒബ്ജക്ട്സ് ട്രാൻസ്ഫോം ചെയ്യാനും ചില ആക്ഷൻസ് കാണിക്കാനും അവർക്ക് പറ്റുന്നത്. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഹാൻഡ് റൈസ് ഇങ്ങനെ വരുന്നോണ്ടാണേ. അപ്പൊ നിങ്ങക്ക് തുടക്കം എന്താന്ന് മനസ്സിലായി അല്ലേ? ഇനി നമ്മുടെ കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് പലപ്പോഴും പല സൈക്കോ അനാലിസിസ്റ്റുകളും പല അവരുടേതായ ഒബ്സർവേഷൻ, അവരുടെ തിയറീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കറക്റ്റ് അത് നമ്മൾ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇവരുടെ ഡെവലപ്മെന്റ് എന്താണ്, എന്തുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾ പുറത്തുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ പലതും നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എക്സ്പീരിയൻസ്. നമുക്ക് നോക്കാം നമ്മുടെ PDF എന്താ പറഞ്ഞിരിക്കുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. ആരെങ്കിലും വായിക്കാൻ റെഡി ആണെങ്കിൽ നമുക്ക് ചെറിയ ഓരോരോ പാരഗ്രാഫ് ഓരോരുത്തരൊക്കെ ആയിട്ട് റീഡ് ചെയ്ത് പോവാം. ഓഡിയോ ഡിസ്റ്റർബൻസ് വരാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ആരാണ്? ഫസ്റ്റ് പാരഗ്രാഫ് ഓൺലി. Okay. The capacity of the child to integrate her reflex action according to the stimulus is the beginning of cognitive development. It represents the process of learning and adjusting to the environment. Around 6 months of age, children achieve the capacity to focus their eyes on interesting objects in their environment. They even follow the movement of the object with their eyes. When children hear the word elephant, the mental picture most children get is of a giant animal with a long trunk and big ears. They learn about all the things they see around them. They continuously manipulate, experiment, try out, explore, discover, and learn about objects and people surrounding them. യെസ്, ഇത് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും കുഞ്ഞു ബേബീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവര് വളർന്ന് ഓരോ സ്റ്റേജ് ആയപ്പോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുട്ടിക്ക് അതായത് നമുക്കറിയാം അവര് ആരുടെയും ഓഡിയോ ഓൺ ആണ്, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു. അപ്പൊ കുട്ടി ഈ കുഞ്ഞ് ജനിച്ച് കുറച്ച് കഴിയുമ്പം ഈ പ്രായമായവര് പറയുന്ന കേൾക്കാറില്ല, കുറെ ദിവസങ്ങൾ കഴിയുമ്പോ ഇപ്പം നോട്ടം ശരിയായി അല്ലെ, നമ്മളെ കറക്റ്റ് നോക്കുന്നുണ്ട്. മറ്റേത് ഇവര് നോക്കുമ്പോ എങ്ങോട്ടാ നോക്കുന്നതെന്ന് മനസ്സിലാവില്ലായിരുന്നു. അപ്പൊ ഇവർക്ക് പലതും ഇവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ബിഗിനിങ് ആയിട്ട് പല സ്റ്റിമുലസ്, പല ട്രിഗറും ഇവർക്ക് കിട്ടി തുടങ്ങും. അവര് എൻവിയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റഡ് ആവുക. ഇത് ഡെലിവറി കഴിഞ്ഞ ഉടനെ ചില കുട്ടികൾ ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പൊ അവർക്ക് പറഞ്ഞു കേട്ടിട്ടില്ലേ, പുറത്ത് വന്ന് ഇതുമായിട്ട് അഡ്ജസ്റ്റഡ് ആവാൻ. കാരണം ഇത്രയും നാള് മദറിന്റെ വൂമ്പിലായിരുന്നു. പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പം പുറത്തുള്ള ചുറ്റുപാടുമായിട്ട് അഡ്ജസ്റ്റഡ് ആവാനായിട്ട് ഇത്രയും സമയം എടുക്കുന്നു. ചില കുട്ടികൾ ഓക്കെ പെട്ടെന്ന് ആവുന്നുണ്ടാവും. ഒരു 6 months ഒക്കെ ആവുമ്പോഴേക്കും അവരുടെ കണ്ണിന്റെ ഫോക്കസ് കറക്റ്റ് ആവും. അവര് നല്ല കളർ ഉള്ളത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത്, അതാണ് നമ്മൾ അവർ കാണാറുണ്ട്. ഇവരുടെ ക്രേഡിലിന്റെ തൊട്ടിലിന്റെ മുകളിൽ ഒരു ഇങ്ങനെ കറങ്ങുന്ന നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സാധനം തൂക്കിയിടുമല്ലോ, പേരൊക്കെ എന്താന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതിങ്ങനെ തൂക്കിയിടും, അതിൽ നോക്കിക്കൊണ്ടേയിരിക്കും അല്ലെ. പിന്നെ ഇറ്റ്സ് മൈ റിക്വസ്റ്റ്,
കുഞ്ഞു ബേബീസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും മൊബൈൽ കൊടുക്കരുത്. കാരണം മൊബൈൽ കൊടുത്ത് ഭക്ഷണം കൊടുക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മളുടെ പല ചുറ്റുപാടുകളിലും നമ്മൾ കാണാറുണ്ട്. ഇതിന്റെ ബ്ലൂ ലൈറ്റ് കുട്ടികളുടെ ഐസിന് ഭയങ്കര ദോഷമാണ്, കുട്ടികളുടെ മാത്രമല്ല എല്ലാവരുടെയും. അപ്പൊ അത് ചെറുപ്പം തുടങ്ങി അങ്ങനെ ഒരു കാര്യം അവര് യൂസ്ഡ് ആയിട്ടില്ലെങ്കിൽ അതിലേക്ക് അവര് ശ്രദ്ധിക്കൂല. സോ ആ രീതിയിൽ തന്നെ നോക്കുക. അപ്പൊ ഇങ്ങനെ മൂവിങ് ആയിട്ടുള്ളത്, കളർഫുൾ ആയിട്ടുള്ള ഒബ്ജക്ട്സിലേക്കൊക്കെ അതിങ്ങനെ നോക്കും. കാണാറില്ല, അമ്മ ചിലപ്പോ നടന്നങ്ങ് പോകുമ്പോ അമ്മ പോണ വഴിയേ ഇതിന്റെ നോട്ടം ഇങ്ങനെ പോകും അല്ലെ, അമ്മയുടെ ഡ്രസ്സ് ഇങ്ങനെ അങ്ങനെ അടുത്തേക്ക് വരുമ്പോഴും ഇങ്ങനെ നോക്കും. അങ്ങനെ അപ്പൊ അങ്ങനെ ചില ഇൻട്രസ്റ്റിംഗ് ഒബ്ജക്ട്സിലേക്ക് എല്ലാം അവരെപ്പോഴും ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ് മനസ്സിലാകും. പിന്നെ ചില ശബ്ദങ്ങള്, ഇപ്പൊ നമ്മളിപ്പോ കുഞ്ഞു ബേബീസിനോട് ആനയെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ അതിന്റെ ഒരു രൂപം നമ്മൾ കാണിച്ച് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ആന എന്ന് പറയുമ്പോൾ അവന്റെ മെമ്മറിയിൽ അത് രജിസ്റ്റർ ആയി കഴിഞ്ഞു ഓൾറെഡി. അതൊരു വലിയ സാധനമാണ്. ഓൾറെഡി കാണിച്ചും കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയൊരു ഒബ്ജക്റ്റ് ആണ്, ജയന്റ് ആയ ഒരു വലിയൊരു രൂപമാണ്. പിന്നെ അതിനിങ്ങനെ തുമ്പിക്കൈ ഉണ്ട്. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നവര് ചിലപ്പം അതുപോലെ ആക്ഷൻ ഒക്കെ കാണിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മെമ്മറിയിൽ അത് രജിസ്റ്റർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പിന്നെ ഇവർക്ക് ടോയ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, തന്നെത്താൻ ഇരുന്ന് കളിക്കും. അവരത് മാനിപ്പുലേറ്റ് ലൈക്ക് അതിനോട് സംസാരിക്കും. അത് ജീവനുള്ളതാണെന്നൊരു തോന്നലാണ് കുഞ്ഞിലെ അവർക്കുള്ളത്. കുറെ കൂടെ കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇറ്റ്സ് നോട്ട് റിയൽ എന്നുള്ളത്. ചെറുപ്പത്തിൽ അവർക്ക് അറിയില്ല, അവർക്ക് ചുറ്റുമുള്ളതൊക്കെ റിയൽ ആയിട്ടേ അവർക്ക് ഫീൽ ചെയ്യുള്ളൂ. ഒരു ഡോൾ, അതുകൊണ്ടാണ് കുട്ടികളുടെ ടോയ്സ് കീ കൊടുത്താൽ കരയുന്ന പാവ, കീ കൊടുക്കുമ്പോൾ ഓടുന്ന വണ്ടി, അങ്ങനെയൊക്കെ. കാരണം അവർക്ക് എപ്പോഴും മൂവിങ് ഒബ്ജക്ട്സിനോടാണ് ഒരു ഇൻട്രസ്റ്റ്. സ്റ്റിൽ ആയിട്ടിരിക്കുന്നതിനോട് അവർക്ക് വലിയ താല്പര്യമില്ല. അഥവാ അങ്ങനെ ഡോൾ ഉണ്ടെങ്കിൽ തന്നെയും അവരതിനെ കുളിപ്പിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അതിനെ നടത്തുന്നു, അവരതിനെ മൂവ് ചെയ്യിക്കാണ് നോക്കുന്നത്. മൂവ്മെന്റ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്കൊരു സാധനത്തെ ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എന്താ പറയുക, അനങ്ങുന്നുണ്ട്, സോ അനങ്ങുന്നുണ്ട്, അനക്കം അല്ലെ, മൂവ്മെന്റ്, അത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. സോ ലൈഫ് ഉള്ളതിന് മൂവ്മെന്റ് ഉണ്ടാവും, അത് നമ്മളുടെ ഉള്ളിൽ നമുക്കറിയാം. മോണ്ടിസോറി മൂവ്മെന്റിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് മോണ്ടിസോറി ക്ലാസ് റൂമില് കുട്ടികൾക്ക് മൂവ്മെന്റിനുള്ള ഫ്രീഡം വളരെ കൂടുതലാണ്. നമ്മുടെ സാധാരണ ഒരു ക്ലാസ് റൂമില് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ കുട്ടികളെ സമ്മതിക്കും. കറക്റ്റ് ഒരു പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പീരീഡ് തീരുന്നവരെ അനങ്ങാതെ അവിടെ ഇരുന്നോളണം. അതല്ലേ കൺവെൻഷണൽ ക്ലാസ് റൂമിലെ രീതി. മോണ്ടിസോറി ക്ലാസ് റൂമിലാണെങ്കിൽ കുട്ടികളെ മൂവ്മെന്റിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. മറിയ മോണ്ടിസോറി പറഞ്ഞിരുന്നത്, ഇതൊക്കെ നമുക്ക് ഇനി അടുത്ത പാർട്ടിൽ വരുന്നുണ്ട്, പക്ഷെ ഞാൻ ഇതൊന്ന് റിലേറ്റ് ചെയ്തേ ഉള്ളൂ. മൂവ്മെന്റ് ആണ് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഒരു കുഞ്ഞിന്റെ ടൂൾ എന്ന് പറയുന്നത് അവന്റെ കൈയാണ്. മോണ്ടിസോറി ഇവന് നിർബന്ധമില്ല, പാല് കുടിക്കണം നിർബന്ധമില്ല. ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കണേ പ്ലീസ്. നമ്മളെല്ലാരും നമ്മുടെ വീട്ടിലാണ്, ഞാൻ ഉൾപ്പെടെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാൻ പറ്റുന്നൊരു വായിച്ച് ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് വെക്കാം. അതായത് ചിലപ്പോ പ്രിന്റ് ഔട്ട് കാണുമായിരിക്കും. എനിവേ വായിക്കേണ്ടവർക്ക് വായിക്കാം. അടുത്ത As cognitive development proceeds and children's thinking ability, their vocabulary also increases to include comparative terms such as big, small, tall, short. They also include spatial terms such as above and below, near and far in their speech. The language children use clearly reflects the level of their cognitive development. Children in the 3 to 6 year age group talk and understand about things that they touch, see, hear, or experience through their senses. They cannot understand or talk about abstract things such as honesty. യെസ്. അപ്പൊ ഇവിടെ കുട്ടികളുടെ തിങ്കിങ് എബിലിറ്റി, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ തിങ്കിങ് എബിലിറ്റി തുടങ്ങിയാണ് പ്രൊസീഡ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് മാം എടുക്കുന്നുണ്ട്. സോ അതിന് വൊക്കാബുലറിയും അതുപോലെ കൂടുന്നു. അവർക്ക് ചെറുത്, വലുത്, പിന്നെ ഹെവി, വെയിറ്റ് ഉള്ളത്, അതൊക്കെ അവർക്ക് അറിയാൻ പറ്റും. താഴെ മുകളിൽ ചില സമയത്ത് ഇവർക്ക് തിരിഞ്ഞു പോകും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ശരിയാകും. ഈ കുട്ടികളെ ഇങ്ങനെ KG-യിലേക്കൊക്കെ ചേർക്കുമ്പോഴേക്കും ചില കുട്ടികൾക്ക് ചാപ്റ്റർ മോഡ്യൂൾ 1-ലെ
പാർട്ട് 2 യൂണിറ്റ് 4 ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, മെസ്സേജ് വന്നതുകൊണ്ടാണ്. അപ്പം ഈ ചില കുട്ടികൾക്ക് തിരിഞ്ഞു പോകും. അതായത് ഇപ്പൊ അക്ഷരം എഴുതുമ്പോ സി എഴുതുന്നത് ചിലപ്പോ ഇങ്ങനെ എഴുതി വെക്കും, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ വരും. അപ്പൊ പലപ്പോഴും ടീച്ചേഴ്സിന് അറിയാം, അതൊരു കോമൺ ആയിട്ട് കുട്ടികളിൽ കാണുന്നതാണ്. അപ്പൊ അവര് പറയും KG ഒന്ന് കഴിയട്ടെ അപ്പോഴേക്ക് ശരിയാവുന്ന. കുട്ടികളിൽ അത് ശരിയാകാറുണ്ട്. ഇനി അഥവാ അങ്ങനെ ശരിയാകാത്ത കുട്ടികള് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് അത് പോയിന്റ് ഔട്ട് ചെയ്യും, പാരന്റ്സിനോട് പറയും. എന്നിട്ട് ചിലപ്പോൾ റെഫറൻസ് കൊടുക്കും, ഇതുപോലെ സ്പീച്ച് തെറാപ്പിക്കോ ലാംഗ്വേജിന്റെ ഏതെങ്കിലും സെഷൻസിനോ അങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറയും. അങ്ങനെ അത് ശരിയായി വരാറുണ്ട്. പലപ്പോഴും DC ഒക്കെ എഴുതുമ്പോൾ കുട്ടികൾക്ക് മാറിപ്പോവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ അക്ഷരങ്ങൾ മാറിപ്പോകുന്നത് അങ്ങനെ. അപ്പൊ ഇതെല്ലാം അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റും എല്ലാം ഈ ഒരുമിച്ച് പോവുക കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനൊപ്പം. അപ്പൊ കുട്ടികളെ കറക്റ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു. ഈ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ എല്ലാരും ഇങ്ങനെ കുഞ്ചി സംസാരിക്കുമ്പോൾ അവര് ശരിക്കും ഇമിറ്റേറ്റ് ചെയ്യുവാണ്. എന്ത് ലാംഗ്വേജും ഇമിറ്റേഷൻ തന്നെയാണ്. കുട്ടികൾ അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ നമ്മളുടെ ഒരു ഇമ്പാക്ട് അവരിൽ എപ്പോഴും ഉണ്ടാവും, അവരുടെ ഏതൊരു ഡെവലപ്മെന്റ് സ്റ്റേജിലും. അപ്പൊ അങ്ങനെ ലാംഗ്വേജ് കുട്ടി സ്കൂളിലായി കഴിയുമ്പോൾ ടീച്ചർ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ടീച്ചറുടെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. ടീച്ചറുടെ രീതി, ടീച്ചറുടെ സ്റ്റൈല്, ടീച്ചർ സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ അവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഒരു അഡോളസന്റ് ഒക്കെ ആവുമ്പോഴേക്കും അവരുടെ മാത്രമായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി അവരിൽ ഫോം ചെയ്യുകയും ചെയ്യും. പിന്നെ സെൻസസ്, നമുക്ക് എത്ര സെൻസസ് ഉണ്ട്? 5 പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയാറുണ്ട് അല്ലെ? ഏതൊക്കെയാ അത്? കണ്ണ്, നാക്ക്, ത്വക്ക്, ചെവി. ഓക്കെ, നമ്മളതിനെ കുറച്ചുകൂടെ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്കറിയാം. ഐസ് പറഞ്ഞു, നിങ്ങള് ഇയർ പറഞ്ഞു, മൂക്ക് പറഞ്ഞു, നാക്ക് പറഞ്ഞു, ത്വക്ക് പറഞ്ഞു അല്ലെ, സ്കിൻ പറഞ്ഞു. ഇതിന്റെ ഓരോന്നിന്റെയും സെൻസസ് എങ്ങനെയാന്ന് നമുക്കറിയാം. കണ്ണുകൊണ്ട് നമ്മൾക്ക് കാണാൻ പറ്റും, വിഷ്വൽ അല്ലെ, വിഷ്വൽ ആണത്. പിന്നെ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുന്നു, ഓഡിറ്ററി സെൻസ്. പിന്നെന്താ പറഞ്ഞേ, മൂക്ക്, നമുക്ക് സ്മെല് ചെയ്യാൻ പറ്റും. നല്ലതും മോശമായ സ്മെല്ല് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. എന്തെങ്കിലും നമ്മളുടെ വീടിന് മുറ്റത്തൊക്കെ നല്ല ചീഞ്ഞ് കിടക്കുന്നതാണ്, ഇവിടെ എന്തോ ചീഞ്ഞ് കിടക്കുന്നത്, നമുക്ക് ശരിക്കും ആ സ്മെല്ല് കൊണ്ട് അത് എവിടെന്നാ വരുന്നതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. പിന്നെ എന്താ പറഞ്ഞ, നാക്ക്, ടേസ്റ്റ് അല്ലെ, സ്മെല്ല്, ഒൾഫാക്ടറി സെൻസ്, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് മധുരമാണോ കയ്പാണോ പുളിയാണോ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഭക്ഷണം കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് നോക്കും എല്ലാം കറക്റ്റ് ആണോ, പുളി എരിവ് മധുരം ഒക്കെ കറക്റ്റ് ആണോ നമ്മൾ നോക്കി, ഓക്കെ നമ്മള് ഉണ്ടാക്കിയ ഡിഷ് കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ദാറ്റ് ഇസ് ഗസ്റ്റേറ്ററി. ടച്ച്, സ്കിൻ പറഞ്ഞു, കിനസ്തെറ്റിക് സെൻസ്. അപ്പോ വിഷ്വൽ കാണുന്നത്, ഓഡിറ്ററി കേൾക്കുന്നത്, ഓൾഫാക്ടറി സ്മെല് ചെയ്യാൻ പറ്റുന്നത്, ഗസ്റ്റേറ്ററി ടച്ച് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ദെൻ കിനസ്തെറ്റിക്സ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിക്കുന്ന പേരൊക്കെ നിങ്ങളുടെയൊക്കെ തന്നെ ആയിരിക്കും അല്ലെ. ഞാൻ അശ്വതിയുടെ കയ്യിൽ ഞാൻ ഇങ്ങനെ പിടിക്കും. സോ അശ്വതിക്ക് എന്റെ കൈയുടെ ഒരു ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്നുണ്ടാവും, എനിക്കും അശ്വതിയുടെ കയ്യിൽ നിന്നൊരു ചൂട് ഫീൽ ചെയ്യും അല്ലെ. സോ എനിക്ക് അപ്പൊ അവിടെ ഒരു ചൂട് ഫീൽ ചെയ്തു. ഇനി ഭയങ്കരമായിട്ട് ഞങ്ങള് ഐസൊക്കെ അങ്ങനെയുള്ള സ്ഥലത്താന്ന് വിചാരിച്ചു, ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല, കയ്യൊക്കെ ഇങ്ങനെ ഐസ് പോലെ ഇരിക്കുക. സോ നമുക്ക് ആ തണുപ്പ് ഫീൽ ചെയ്തു. ഞാൻ അശ്വതിയുടെ കയ്യിൽ മുറുക്ക പിടിക്കുക. സോ അശ്വതിക്ക് എന്താ ഫീൽ ചെയ്യാൻ, ഒരു പ്രഷർ. അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ ഫീൽ ചെയ്യാം, പ്രഷർ ഫീൽ ചെയ്യാം. അതാണ് കിനസ്തെറ്റിക് സെൻസിന്റെ. ഇനി നമ്മളൊരു ക്ലാസ് റൂമില് ഈ പറഞ്ഞ 5 സെൻസില് ഏതായിരിക്കും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക? സൈറ്റ്, വിഷ്വൽ അല്ലെ. പിന്നെ യെസ്, കറക്റ്റ്. ഈ 2 എണ്ണം നമുക്ക് ഇവിടെ ശരി തെറ്റൊന്നും ഇല്ല കേട്ടോ, ഞാൻ അറിയാതെ കറക്റ്റ് എന്ന് പറഞ്ഞു പോയത്. ഗുഡ് മാത്രമേ ഉള്ളൂ, വെരി ഗുഡ്. അപ്പം വിഷ്വൽ
ഓഡിറ്ററി സെൻസ് നമ്മളൊരു ക്ലാസ് റൂമിൽ, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ വേണ്ട, നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞല്ല വലിയ ആൾക്കാരുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടില് ഒരാൾക്ക് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് അയാളുടെ മുഖത്തുനിന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്കത് കാണാൻ പറ്റും അല്ലെ. ചിലപ്പോ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും ശബ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് എന്തോ ഒരു ടെൻഷനുണ്ട്, അല്ലെങ്കിൽ എന്തോ സന്തോഷമാണെങ്കിലും ആ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാവും, സങ്കടമാണെങ്കിലും മനസ്സിലാവും. സോ അത് നമ്മൾ കേട്ടപ്പോ മനസ്സിലായി. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സുഖമില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ പനിയുണ്ടോ തൊട്ട് നോക്കുമല്ലോ, അപ്പൊ നമുക്ക് ആ ടെമ്പറേച്ചറിൽ നിന്ന് മനസ്സിലായി അവരുടെ ആ ഒരു അവസ്ഥ. പിന്നെ പേടിച്ച് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ അങ്ങനെ നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാനായിട്ട് പറ്റും. കണ്ടാലും നമുക്ക് മനസ്സിലാവും. അവരുടെ ഫേസ് ഭയങ്കര പെയിലായിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. കുഞ്ഞുങ്ങളെന്നല്ല വലിയ ആൾക്കാരുടെ പല ഇമോഷൻസും, അവർ പറയാത്ത ഇമോഷൻസും നമുക്ക് ഇതുപോലെ ഈ സെൻസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ പറയാത്ത ആ ഇമോഷൻസിനെയാണ് നമ്മൾ പറയുന്നത് നോൺ വെർബൽ ക്യൂസ്. വെർബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത്, നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാത്തത്. ഞാൻ വളരെ പ്ലീസിങ് ആയിട്ട് ഇന്ന് വന്ന് ക്ലാസ് എടുത്തു. സോ നിങ്ങൾ നോക്കുമ്പോ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, നാളെ ഞാൻ ചിലപ്പോ അടുത്ത ദിവസം ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് മേ ബി എന്തെങ്കിലും കാര്യം കൊണ്ടൊരു ടെൻഷൻ ഉണ്ട്, ഈ ഒരു പ്ലീസിങ് ഫേസ് അല്ല എന്റെ അന്ന്. നിങ്ങൾ വിചാരിക്കുമെന്ന് എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ലൈക്ക് അത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരാളുടെ ഒരു ഫീലിങ്സ് മനസ്സിലാക്കാനായിട്ട് പറ്റും വിത്ത് ദീസ് സെൻസസ്. പിന്നെ ഓൾഫാക്ടറി ഗസ്റ്റേറ്ററി, അത് ഈ രണ്ടെണ്ണം ബാക്കി മൂന്നിനെ വെച്ച് നോക്കുമ്പോൾ അധികം യൂസ് ചെയ്യുന്നില്ല. നമുക്ക് മനുഷ്യനെ മനസ്സിലാക്കാൻ ഈ രണ്ട് സെൻസിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ആദ്യം പറഞ്ഞ മൂന്നെണ്ണം, കാണുക, കേൾക്കുക, ഫീൽ ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ മൂന്ന് സെൻസസും നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് സെൽഫ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇതിലേത് സെൻസ് ആണ് നിങ്ങളുടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് വരുന്നത്. അത് നമ്മുടെ ക്വാളിറ്റിയാണ്. ഇപ്പൊ എനിക്ക് ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. എനിക്ക് ഓഡിറ്ററി സെൻസ് ആയിരിക്കും എന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്നത്. ഇനി അതല്ല, ഒരാളെ കണ്ടു കഴിയുമ്പോൾ കാര്യം മനസ്സിലായി. സോ ദാറ്റ് മീൻസ് എന്റെ വിഷ്വൽ സെൻസ് ആയിരിക്കും കൂടുതൽ നിൽക്കുക. കിനസ്തറ്റിക്, ടച്ച് ചെയ്യുമ്പോൾ, ഫീൽ ചെയ്യുമ്പോൾ അത് ആണ് എനിക്ക് കൂടുതലായിട്ടുള്ളതെങ്കിൽ ദാറ്റ് മീൻസ് എന്റെ കിനസ്തറ്റിക് സെൻസ് ആയിരിക്കും കൂടുതൽ. അപ്പൊ നമ്മളുടെ ഏത് സെൻസ് ആണ് കൂടുതലായിട്ട്, എല്ലാ സെൻസും നമുക്കുണ്ട്, പക്ഷെ ഏതോ ഒരെണ്ണം നമുക്ക് ഇത്തിരി പീക്കിലാണ്, അത് ഏതാന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ദാറ്റ്സ് അവർ ക്വാളിറ്റി. അത് നമ്മുടെ ഒരു പോസിറ്റീവ് ക്വാളിറ്റിയാണ്. നമ്മൾക്കറിയാലോ, പോലീസ് ഡോഗ് ഉണ്ട്, അവർക്ക് ആ ഘ്രാണശക്തി അല്ലെ, ഓൾഫാക്ടറി സെൻസ് ആണ് അവരുടെ കൂടുതലും. പിന്നെ ചില ക്രൈം ഇതൊക്കെ അന്വേഷിക്കുന്ന പോലീസുകാർ ഭയങ്കര ഒബ്സർവേഷൻ ആയിരിക്കും. മൈന്യൂട്ട് കാര്യങ്ങൾ തന്നെ അവർക്ക് മനസ്സിലാവും. അവർക്ക് ആ ക്രൈം സീൻ കാണുമ്പോൾ തന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള പിക്ചർ അവരുടെ മുന്നിൽ. ദാറ്റ് മീൻസ് അവരുടെ വിഷ്വൽ സെൻസ് ഭയങ്കരമായിട്ട് ഇതാകും. സോ ഇതാണ്. പിന്നെ ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, അവർക്ക് കേട്ടാ മതി പെട്ടെന്ന് തന്നെ അവർ ഗ്രാസ്പ് ചെയ്യും. ദാറ്റ് മീൻസ് അവരുടെ ഓഡിറ്ററി സെൻസ് ആണ് ഏറ്റവും പീക്കിൽ നിൽക്കുന്നത്. ചിലർക്ക് വിഷ്വല് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ദാറ്റ് മീൻസ് അവരുടെ വിഷ്വൽ സെൻസ് ആണ്. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിലും അവരുടെ ഏത് സെൻസ് ആണ് ഒരു പടി മുമ്പിൽ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് അവരെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കും. സോ അടുത്തത് സ്റ്റേജസ് ഓഫ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് അബ്സ്ട്രാക്ട് ആൻഡ് കോൺട്രാക്ട് തിങ്സ് ഉണ്ട്. അതായത് കുഞ്ഞു കുട്ടികളോട് ഓണസ്റ്റ് ആയിരിക്കണം, ട്രസ്റ്റ്വർത്തി ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വല്ലതും മനസ്സിലാവുമോ? അവർക്ക് അത് അറിയില്ല. അവർക്ക് അത് ആ ഒരു ഏജിലേക്ക് അവർ വരുന്നില്ല. അവർ കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് അവർക്ക് ആ ഒരു എന്താണ് ഓണസ്റ്റി, അങ്ങനെയുള്ള അബ്സ്ട്രാക്ട് തിങ്സിനെ പറ്റി മനസ്സിലാക്കാനുള്ള ഒരിത് അവരുടെ ആ ഒരു തുടക്കത്തിലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജ്. പക്ഷെ കുറെ കഴിയുമ്പോൾ ദേ നോ വാട്ട് ഇസ് മെന്റ് ബൈ ഓണസ്റ്റി, വാട്ട് ഇസ് മെന്റ് ബൈ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെയുള്ള കോൺക്രീറ്റ് തിങ്സ് ഒക്കെയാണ് അവർക്ക് അറിയുന്നത്. അല്ലാത്ത പല കാര്യങ്ങളും, വലുത്, ചെറുത്, തണുത്തത്, ചൂടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഈ ഡെവലപ്മെന്റ് സ്റ്റേജിന്റെ തുടക്കത്തിൽ. അല്ലെ, കുഞ്ഞ് തീ കാണുമ്പോ എന്തോ ഭംഗിയുള്ള സാധനം എന്ന് പറഞ്ഞ് തൊടാനായിട്ട് പോകുമ്പോഴേക്കും അത് ചൂട്. അപ്പൊ അതിന് മനസ്സിലാവും. നെക്സ്റ്റ് ടൈം അത് അതിന് നോക്കില്ല, കാരണം പൊള്ളും, അത് പറ്റുന്നല്ല, ചൂട് കൂടുതലാണ് എനിക്ക് പറ്റില്ല, അപ്പൊ മനസ്സിലാക്കും. സോ അങ്ങനെയുള്ള കോൺക്രീറ്റ് തിങ്സ് അവര് പെട്ടെന്ന്. പിന്നെ എന്താ പറയാ, തണുത്ത എന്തെങ്കിലും കൊടുക്കുമ്പോൾ നല്ല പുളിയുള്ളത്, നമ്മളൊരു വീഡിയോ ഇനി വാട്സാപ്പിൽ കാണാം, നാരങ്ങയുടെ അതോ അങ്ങോട്ട് പുളിയുള്ളത് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ കുട്ടികളുടെ എക്സ്പ്രഷൻ മാറുന്നത്.
സോ അങ്ങനെയുള്ള കോൺക്രീറ്റ് തിങ്സ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ പറയുന്ന അബ്സ്ട്രാക്ട് തിങ്സ് പറഞ്ഞ അനുസരിക്കണം, അങ്ങോട്ട് പോവുക, അങ്ങനെ കുറെ അവർക്ക് ആദ്യം ഒന്നും അതൊന്നും മനസ്സിലാവില്ല. ഇത് എന്തേ പറയണേ, നമ്മൾ കണ്ണുരുട്ടിയാലും എന്താ ഉദ്ദേശിക്കണേന്നൊന്ന് കണ്ണുരുട്ടി കാണുമ്പോൾ അവർക്കൊരു പേടി തോന്നും. അല്ലാതെ എന്താ പറയാ, അടങ്ങിയിരിക്കണം, തുണി അങ്ങനെ വലിച്ചിടരുത് എന്നൊക്കെ പറഞ്ഞ കുഞ്ഞു കുട്ടികളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഒരു പക്ഷേ അവര് മനസ്സിലാക്കുമ്പോ എങ്ങനെയാ, നമ്മള് തുണികളെല്ലാം മടക്കി മടക്കി വെക്കുമ്പോ അവർക്ക് മനസ്സിലാവും, ഓ തുണി വെക്കേണ്ടത് ഇങ്ങനെയാണ്. സോ വി ക്യാൻ ഷോ ദം. ഇവിടെ അവരുടെ വിഷ്വൽ സെൻസ് വർക്ക് ചെയ്യും ശരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്തത് സ്റ്റേജസ് ആണ് പറയുന്നത്. കുറച്ച് സ്ലോ ആണോ ഫാസ്റ്റ് ആക്കണോ നിങ്ങളുടെ സൗകര്യം കേട്ടോ. സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, നമുക്ക് 4 സ്റ്റേജ് വരുന്നുണ്ട്. അല്ല, 3 സ്റ്റേജസ് ഉണ്ട്. ഈ സ്റ്റേജസിനെ കുറിച്ച് ആ 3 സ്റ്റേജും ആ ബുള്ളറ്റ് പോയിന്റ്സ് ഒന്ന് വായിക്കാമോ ആരെങ്കിലും? Inactive stage. This stage is characterized by the child's descriptions of things and events in terms of suitable motor response activities. In the stage, the child knows the world only through the medium of operation, not through the words of images. For example, ഞാൻ കേൾക്കാത്ത ആരാ വായിക്കുന്നത്? ലക്ഷ്മിയാണോ അനശ്വരിയായിരുന്നോ ആരായിരുന്നു? ഹലോ hello. കേൾക്കുന്നില്ലല്ലോ, വായിക്കുന്നുണ്ടോ? മിസ്സേ കേട്ടില്ലേ? ആദ്യം കുറച്ച് കേട്ടു, ഇനി എന്റെ പ്രശ്നമായിരുന്നോ? ഞാൻ കേൾക്കാത്തതാണോ? കേൾക്കുന്നില്ല, ആരോ മെസ്സേജ് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആണോ? എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയതായിരിക്കും. നമുക്കറിയാം നമ്മുടെ ലിമിറ്റേഷൻ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ലിമിറ്റേഷൻ അറിയാം. സോ പ്രോബ്ലം ഇല്ല, വായിച്ചു. ഒന്നുകൂടെ ആദ്യം തുടങ്ങിയാലും കുഴപ്പമില്ല. Inactive stage. ഇപ്പൊ കേൾക്കാമോ മിസ്സേ? കേൾക്കാം. This stage is characterized by the child's description of things and events in terms of suitable motor responses activities. In this stage, the child knows the world only through the medium of operation, not through the words or images. For example, the infant understands his environment by touching, biting, and grasping. ഒരു ബുള്ളറ്റ് പോയിന്റ് കഴിഞ്ഞപ്പോ നിർത്തിയതായിരുന്നോ? അതെ. ഓക്കെ, ഞാൻ 3 വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, നമുക്കത് എന്താന്ന് പറഞ്ഞിട്ടങ്ങ് പോവാം. പിന്നെ ഈ കുട്ടികൾ എപ്പോഴും മൂവ്മെന്റ്സ് കാണിക്കും അല്ലെ? ഈവൻ ആ കിടക്കുന്ന സമയത്ത് മാസങ്ങളുള്ളപ്പോ ഒരു കൈയൊക്കെ ഇട്ട് ഇങ്ങനെ ഗുസ്തിക്ക് പോണ പോലത്തെ മൂവ്മെന്റ്സ് കാണിക്കുന്നത് നിങ്ങൾ കാണാറുണ്ട്. അപ്പൊ എപ്പോഴും അവർ ഓരോ കാര്യം പറയുമ്പോ സൂട്ടബിൾ ആയിട്ടുള്ള മോട്ടോർ മൂവ്മെന്റ്സ്, അവിടെ മൂവ്മെന്റ്സ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അവർക്ക് എന്താ പറയാ, ഈ ചുറ്റുമുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. പുറത്തേക്ക് ചാടി പോവുക, മണ്ണിൽ കളിക്കുക, ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു ഫാന്റസി, അവര് കുറെ ഇമാജിൻ ചെയ്യും. കുറെ കാര്യങ്ങൾ പറയുമ്പോൾ കുറെ ഇമേജസ് അവരുടെ മനസ്സിൽ വരും. ഇപ്പൊ ആനയെ പറ്റി പറയുമ്പോൾ വൺസ് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആനയെ പറ്റി പറയുമ്പോൾ അവരുടെ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആനയുടെ പിക്ചർ ഇങ്ങനെ വരും. പിന്നെ അതുപോലെ തന്നെ പുറത്തേക്ക് പോകുമ്പോൾ ചെടികളൊക്കെ കാണുവാണെങ്കിൽ അത് ഇലയിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കും. പൂക്കളില് അവർക്ക് ടച്ചിങ് ആണ് അവരുടെ ആ ഒരു ഫസ്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജ്. അവരത് മനസ്സിലാക്കുന്നത്. ഇപ്പൊ മണ്ണാണെങ്കിൽ മണ്ണ് വാരിയെടുത്ത് നോക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലേ? എന്ത് കിട്ടും അത് ഒന്ന് വാരിയെടുക്കുന്ന ഒരു ഇതുണ്ട്. പിന്നെ കടിക്കാനായിട്ട് നോക്കും, കയ്യിലിങ്ങനെ ഇങ്ങനെ പിടിക്കാനായിട്ട് നോക്കും. ഈ മോട്ടോർ ഡെവലപ്മെന്റിൽ 2 കാര്യം പറയുന്നുണ്ടല്ലോ, ഏതൊക്കെയായിരുന്നു അത്? ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് അല്ലെ? കുട്ടികളുടെ ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്. ഈ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ കുട്ടി ഇങ്ങനെ എഴഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും ഒരു ടോയ് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അവൻ വേഗം അത് എടുക്കും. എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കൈയല്ലേ, കുറെ നേരത്തേക്ക് അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, കയ്യിൽ നിന്ന് വിട്ടുപോകും. അപ്പൊ അവർക്ക്
എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, കുറച്ച് സമയം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത് രണ്ടുമാണ് ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോ സ്കിൽസ് എന്ന് പറയുന്നത്. മോട്ടോ എന്ന് പറയുന്നത് മൂവ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് അതാണ്, താഴെ കിടക്കുന്ന എന്തും ഇങ്ങനെ പതുക്കെ കിള്ളി 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 അതങ്ങ് എടുക്കും. പിന്നെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് പൊളിച്ചെടുക്കാനായിട്ടൊക്കെ നോക്കും. ഇപ്പം ഫർണിച്ചറിന്റെ സൈഡിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഗ്രിപ്പ് പോലെ കിട്ടിക്കഴിഞ്ഞാൽ അവരത് പൊളിച്ചെടുക്കാനും അങ്ങനെ അങ്ങനെ വളരെ ക്ഷമയോടെ ഇരുന്ന് എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് അങ്ങനെ അത് എങ്ങനെയെങ്കിലും എടുക്കാനായിട്ട് നോക്കും. ഇവരുടെ മോട്ടോ ഡെവലപ്മെന്റിന്റെ ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്നത്. അപ്പൊ ഫൈനും ഗ്രോസും ഇതാണ്. അതായത് ഒന്ന് അവർക്ക് എടുക്കാൻ പിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി. അപ്പൊ അത് കാര്യങ്ങൾ. പിന്നെ പലപ്പോഴും ഇവിടെ എന്താ പറയാ സെൻസസ് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ടച്ച് ചെയ്ത് നോക്കും, കടിച്ചു നോക്കും, പിന്നെ അങ്ങനെ സ്മെൽ അവർക്ക് അങ്ങനെ ആയിട്ടില്ല, ആ ഒരു ഡെവലപ്മെന്റ് ആയിട്ടില്ല. ഓക്കെ, സോ അത് നെക്സ്റ്റ് ഐക്കോണിക് സ്റ്റേജ് വായിച്ചു. യെസ്, അരുതി ഞാൻ വായിക്കണം. This stage is characterized by the child's description of things and events in terms of audio visual images or mental picture. In this stage, information is gained by imagery and the child is a prisoner of his affective world. നമുക്കറിയാം ചെറിയ പ്രായത്തില് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നത് എവിടം വരെ എന്നുള്ളത് അറിയാം. ഇത് കുട്ടി പല കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അവൻ കാണുന്നത്, കാണുന്നത്, കേൾക്കുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഡിസ്ക്രൈബ് അവൻ പറയും. ഭയങ്കരമായിട്ട് ചില കുട്ടികൾ കാണാറില്ലേ, ഭയങ്കര കഥ പറയണ പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. അവരുടെ മെമ്മറിയിൽ അത് രജിസ്റ്റർ ആവുകയാണ്. അവർ കാണുന്ന സാധനം മെമ്മറിയിൽ അത് രജിസ്റ്റർ ആവുക. അപ്പൊ അവരുടേതായ രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ ഇമേജിൽ നിന്നും അവർ കുറെ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആനയെ കണ്ടു, കണ്ടിട്ട് 2-2.5 വയസ്സൊക്കെ ആകുമ്പോൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഒരു ആനയെ കണ്ടെങ്കിൽ വീട്ടിൽ വന്ന് ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് പറയണ പോലെ ഇങ്ങനെ പറയും ചില കുട്ടികൾ അല്ലെ. പിന്നെ അവന്റേതായ ഒരു ലോകം അവനുണ്ട്, അതിലൊരു പ്രിസണർ തന്നെയാണ് അവൻ. കാരണം ലിമിറ്റേഷൻസ്, കുഞ്ഞു കുട്ടിയായത് കാരണം എത്രത്തോളം അവൻ ആ ലോകത്തിൽ നിന്ന് പുറത്തേക്ക് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അവന്റേതായിട്ടുള്ള ഒരു വേൾഡിലെ പ്രിസണർ തന്നെയാണ് അത്. വീട്ടിനകത്ത് തന്നെ ഇരുന്ന് കളിക്കുമ്പോൾ അവനൊരു ലോകം ഉണ്ടാക്കിയിട്ട് അതിനകത്തിരുന്ന് കളിക്കുക. നെക്സ്റ്റ് സിംബോളിക് സ്റ്റേജ്. ഈ സ്റ്റേജിൽ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. അതായത് ചില വാക്കുകൾ അവർ ഉപയോഗിക്കുന്നത്, അവരുടേതായ ചില വാക്കുകൾ ഉണ്ടാകും. അതായത് ചില വേർഡ്സ്, ചില സിംബൽസ്, അതായത് ഇപ്പം പാല് വേണമെന്ന് പറയണേന് അവരുടേതായ ചില വാക്കുകളോ ചില സിംബൽസോ കാണിക്കും. ചിലർ കരഞ്ഞു കാണിക്കും. പിന്നെ പലതിനും പല വാക്കുകളായിരിക്കും ഉപയോഗിക്കുന്നത്. എന്റെ മോള് കുഞ്ഞായിരുന്ന സമയത്തെ ഈ നമ്മള് വീട്ടിൽ ഇങ്ങനെ ചാടി വരുന്ന ഒരു തരം പച്ചക്കുതിരയില്ലേ, നിങ്ങളൊക്കെ പച്ചക്കുതിര എന്ന് തന്നെയാണോ പറയണെന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ വന്നപ്പോ ഞാൻ അവളെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, ഇത് പച്ചക്കുതിരയാന്ന് പറയാം. പക്ഷെ ഒരു 2-2.5 വയസ്സുള്ള കുട്ടിക്ക് പച്ചക്കുതിര എന്ന് വന്നില്ല. പക്ഷെ അവളെ യൂസ് ചെയ്ത വേർഡ് പച്ച പുച്ചു എന്നായിരുന്നു. കുറെ നാളെ കുട്ടി ആ വേർഡായിരുന്നു യൂസ് ചെയ്തത്, പച്ച പുച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓരോ കുട്ടികളും, അപ്പൊ നമ്മളുടെ വീട്ടിലുള്ള കുട്ടികളൊക്കെ പലതും റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇതുപോലെ. അപ്പൊ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചിങ്ങനെ കഴിപ്പിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ പല്ലി വന്നിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ എന്നോട് പറയും പല്ലിക്ക്, അപ്പൊ ഈ പല്ലി ഇങ്ങനെ എപ്പോഴും എന്താ ഭിത്തിയിൽ സ്റ്റില്ലായിട്ട് ഇരിക്കുള്ളൂ. കുട്ടികൾക്ക് എപ്പോഴും അനങ്ങണതിനോടാണല്ലോ ഇഷ്ടം. ഇതൊന്ന് മൂവ് ചെയ്താലേ ഇവര് ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ പല്ലിയെ കാണിച്ചിട്ട് ഞാനൊരു ഒച്ച ഉണ്ടാക്കും, എന്ന് പറഞ്ഞ ഒരു ഒച്ച ഉണ്ടാക്കും. ഒച്ച ഉണ്ടാക്കുമ്പോ പല്ലി മൂവ് ചെയ്യും. അങ്ങനെ ആണ് കുട്ടിക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരുന്നത്. പിന്നെ പല്ലിയെ കാണാൻ തുടങ്ങിയപ്പോ അവൾ ആ ഒച്ച ഉണ്ടാക്കി തുടങ്ങി. അവളുടെ വിചാരം അതിന്റെ പേര് അതാന്നുള്ളത്. ഇപ്പൊ +2 ആയിട്ടോ. ഞാൻ അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാവും കുട്ടികൾ, അവര് പല വേർഡ്സും സിംബൽസും ഒക്കെ ഉപയോഗിക്കും അവരുടെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ പല അവരുടേതായ ചില ഇമോഷണലി ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി കൊണ്ടുള്ള മൂവ്മെന്റ്, ഇതെല്ലാം കാണും. പിന്നെ ഇതുപോലെ തന്നെ ലാംഗ്വേജിന് കറക്റ്റ് മലയാളം കുഞ്ഞിലേ തുടങ്ങി പറയൂ ഇല്ലല്ലോ, അവരുടേതായ ചില വാക്കുകളായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കൗണ്ടിങ് ആണ്, എണ്ണുന്നതിനാണെങ്കിലും ചിലപ്പോ 1 2 3 1 2 3 എണ്ണിയിട്ട് വീണ്ടും അതിന് 2 5
മീൻസ് ആ ഒരു ഓർഡർ ഒന്നും ആയിട്ടുണ്ടാവില്ല. അവരുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജും അവരുടേതായിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് ആയിരിക്കും വരുന്നത്. ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ നിങ്ങൾ രണ്ടാളുകളെ ഡെവലപ്മെന്റ് സ്റ്റേജസ് അറിയണം. നമ്മുടെ PDF ഇല്ല, ഞാനത് പറയുന്നോണ്ട് പ്രശ്നമുണ്ടെന്ന് എനിക്കറിയില്ല. പിയാഗറ്റ് എന്ന് പറയുന്ന ഒരു സൈക്കോ അനാലിസിസ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം പിയാഗറ്റും വിഗ്ഡോസ്കി ഇങ്ങനെ രണ്ട് പേരുണ്ട്. വൈഗോട്സ്കിന്നോ പലരും പല രീതിയിൽ സ്പെൽ ചെയ്ത കേട്ടോ. VYGOTSKYയും പിയാഗറ്റ്, ജീൻ പിയാഗറ്റ് ആണ്. ഞങ്ങള് മോണ്ടിസോറി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവരെ കുറിച്ചൊക്കെ അസൈൻമെന്റ് എഴുതേണ്ടതുണ്ടായിരുന്നു. ഒരു നോട്ട്ബുക്കില് കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് അനാലിസിസ് നടത്തിയ സൈക്കോ അനാലിസിസ്റ്റുകളെ പറ്റി എഴുതണം എന്നുള്ളതിൽ വിഗ്ഡോസ്കി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജീൻ പിയാഗറ്റ് ഉണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും എഴുതിയത് ഏതാണ്ടൊക്കെ സിമിലാരിറ്റി ഉണ്ട്, പക്ഷെ രണ്ടുപേരും എഴുതിയത് അവരുടെ ഒബ്സർവേഷനിൽ നിന്നാണ്. ഇപ്പൊ ഒത്തിരി ആൾക്കാർ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു കണ്ടുപിടുത്തം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിഗ്ഡോസ്കി നല്ല സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉള്ള ഒരു ഫാമിലിയിൽ ആണ് ജനിച്ചത്. ഭയങ്കരമായിട്ട് കമ്മ്യൂണിറ്റി ആയിട്ട് മിങ്കിൾ ചെയ്യുന്ന, സോഷ്യലൈസ് ചെയ്യുന്ന, പിന്നെ ഫാമിലി ഭയങ്കര സോഷ്യലൈസ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് വിഗ്ഡോസ്കി ജനിച്ചത്. അതുപോലെ തന്നെ ജീൻ പിയാഗറ്റ് ഒരു ലോൺലി ചൈൽഡ് ആയിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും കുഞ്ഞിലെയുള്ള ആ ഒരു എൻവിയോൺമെന്റ് വെച്ചിട്ടാണ് അവര് കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് സ്റ്റേജസ് എഴുതിയെന്നാണ് ഇപ്പോഴുള്ള റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പൊ അവരുടെ ചെറുപ്പകാലം അവരെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി അനലൈസ് ചെയ്യാനാണ് ഇപ്പോഴും ഒബ്സർവേഷൻ കണ്ടുപിടുത്തം. നമുക്കറിയില്ല, നമുക്ക് ഇവരുടെ സ്റ്റേജസ് നോക്കുമ്പോൾ അത് മനസ്സിലാകും. പിയാഗറ്റിന്റെ ഇതില് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് ഭയങ്കര ഓർഡറിലാണ്. അദ്ദേഹം ഇതിനൊരു സ്റ്റെയർ കേസ് മോഡൽ എന്നാണ് പറഞ്ഞത്. ആദ്യം ഒരു സ്റ്റെപ്പ് കയറി, പിന്നെ അടുത്ത സ്റ്റെപ്പ്, അങ്ങനെ പോകുന്ന ഒരു അനാലിസിസ് ആയിട്ടാണ് പിയാഗറ്റ് ഈ ഡെവലപ്മെന്റിനെ ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പിയാഗറ്റ് ലോൺലി ചൈൽഡ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ഒറ്റയ്ക്കായിരുന്നു. അദ്ദേഹം സിബ്ലിങ്സ് ഒന്നും ഉണ്ടായിരുന്നു കാണില്ല. കൂടുതൽ പുറത്തേക്ക് പോയി മിങ്കിൾ ചെയ്യുന്ന ഫാമിലി ആയിരുന്നു കാണില്ല. സോഷ്യലൈസ് ചെയ്തിട്ട് വളരെ കുറവായിരുന്നു കാണും. അങ്ങനെ ലോൺലി ആയിട്ട് വളർന്ന ഒരു കുട്ടിയായിരുന്നു ചെറുപ്പത്തിലെ പിയാഗറ്റ്. അദ്ദേഹം സ്റ്റെയർകേസ് മോഡൽ പോലെയാണ് ഈ ഡെവലപ്മെന്റ്. നമ്മളിപ്പോ പറഞ്ഞ ഈ സ്റ്റേജസ് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകും ഈ രണ്ടുപേരുടെ സ്റ്റേജസ് വായിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങൾക്ക് PDF മാത്രം മതിയെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കാം, പക്ഷെ ഇത് അറിയുന്നത് ശരിക്കും നമുക്ക് യൂസ്ഫുൾ ആണ്. ഞങ്ങൾ ആ അസൈൻമെന്റ് എഴുതിയത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, ശരിക്കും 4 മേജർ സ്റ്റേജസ് ആണ് പിയാഗറ്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പറഞ്ഞത്. അതാണ് പെട്ടെന്ന് ഞാൻ ഇത് വന്നപ്പോ 4 എന്റെ മനസ്സിൽ വന്നത്. കാരണം എനിക്ക് പിയാഗറ്റ് ആയിരുന്നു മനസ്സിലായി. 4 സ്റ്റേജസ് ആണ് പിയാഗറ്റ് പ്രപ്പോസ് ചെയ്തത്. 4 സ്റ്റേജ്. അതിന്റെ ഫസ്റ്റ് വൺ അദ്ദേഹം കൊടുത്ത പേര് സെൻസറി മോട്ടർ എന്നായിരുന്നു. ഫസ്റ്റ് സ്റ്റേജ് സെൻസറി മോട്ടർ സ്റ്റേജ്. അതിന്റെ കാലയളവ് അദ്ദേഹം പറയുന്നത് ജനന സമയം തുടങ്ങി 2 വയസ്സാകുന്നവരെ, ബർത്ത് ടു ഏജ് 2 ആണ് പിയാഗറ്റ് പറഞ്ഞ ഫസ്റ്റ് സ്റ്റേജ്, സെൻസറി മോട്ടർ സ്റ്റേജ്. നമ്മളിവിടെ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞ പോലെ ഇതാണ് ഫസ്റ്റ് ഒരു കുട്ടിയുടെ സ്റ്റേജ് എന്ന് പിയാഗറ്റ് പറയുന്നത്. ബർത്ത് തുടങ്ങി 2 വയസ്സ് വരെ 2 ഇയേഴ്സിന്റെ സ്റ്റേജ് സെൻസറി മോട്ടർ സ്റ്റേജ്. സെൻസറി മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ സെൻസസ് എല്ലാം ഉപയോഗിക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ മൂവ്മെന്റ്സും യൂസ് ചെയ്യുന്നു. അതാണ് പിയാഗറ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ്. അപ്പൊ കുട്ടി ചിന്തിക്കുന്നത് ഈ സെൻസസും അതുപോലെ തന്നെ ആക്ഷൻസും യൂസ് ചെയ്തിട്ടാണ്. മോട്ടോർ ആക്ഷൻസ്. ഏജ് ഏതായിരുന്നു ഏജ് സ്പാൻ? ബർത്ത് ടു 2 ഇയേഴ്സ്. സെൻസറി മോട്ടർ, സെൻസസും മോട്ടോർ ആക്ഷനും അതുവഴിയാണ് കുട്ടിയുടെ തിങ്കിങ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പിയാഗറ്റ് പറയുന്നത്. അപ്പൊ ഒരു പാരന്റിന് ആദ്യത്തെ ബേബിയാന്ന് വിചാരിച്ചു. അപ്പൊ അവർക്ക് ഭയങ്കര ഒരു കീൻ ഒബ്സർവേഷൻ ആയിരിക്കും. ആദ്യത്തെ ആയതുകൊണ്ട് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം. എങ്ങനെയാണ് കുഞ്ഞിന്റെ, കാരണം ഒന്നും സംസാരിക്കുന്ന പ്രായമായാലല്ലേ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാവുള്ളൂ, എന്താണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഒരു ബോണ്ടിങ് പാരന്റ്സിലേക്ക് വരിക. കുട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്, കുട്ടി നോക്കുന്നത് എന്തിനാണ്,
ഫേഷ്യൽ എക്സ്പ്രഷൻ മാറുമ്പോൾ അത് എന്തിനു വേണ്ടിയായിരിക്കും. ഈവൻ ചിലപ്പോൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ മോഷൻ പാസ് ചെയ്യാൻ വരുമ്പോഴൊക്കെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നും അമ്മമാര് പറയണം ഇപ്പം നനയ്ക്കും എന്നൊക്കെ പറയണ കേൾക്കാം അല്ലെ. പിന്നെ അതുപോലെ തന്നെ കുട്ടി സാധനം കയ്യിലെടുത്ത് ഇപ്പൊ കടിക്കുന്നു പറഞ്ഞിട്ട് ആ സാധനം വേഗം മാറ്റും. അങ്ങനെയുള്ളത്. അപ്പൊ കുട്ടിയെ അങ്ങനെ നല്ലപോലെ പാരന്റ്സ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു പ്രായത്തില്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് മനസ്സിലാക്കുന്നത്, അവന്റെ ചുറ്റുമുള്ള ലോകം അവൻ മനസ്സിലാക്കണത്, അവനോട് അവൾ ആരാണെങ്കിലും ജനറലി നമ്മൾ അവനാണോ പറയാറ്, മനസ്സിലാക്കുന്നത് ഈ പറയുന്ന സെൻസസും മോട്ടോർ ആക്ഷൻസും വെച്ചിട്ടാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. പിന്നെ ആ ഒരു സ്റ്റേജില് അധികം സംസാരിക്കാറൊന്നും ആയിട്ടില്ല. എന്തൊക്കെയോ ഒക്കെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നല്ലാതെ നമുക്ക് കറക്റ്റ് എന്താ പറയുന്നതെന്ന് മനസ്സിലാകില്ല അതിന്റെ തുടക്കത്തിൽ അല്ലെ. ഇപ്പൊ ഒരു 1 year ഒക്കെ ആവുമ്പോഴേക്കല്ലേ ഇങ്ങനെ ചെറിയ ചെറിയ വേർഡ്സ് പറയാൻ തുടങ്ങും. 2 year ഒക്കെ ആവാറാകുമ്പോഴേക്കും അതൊക്കെ സെന്റൻസ് പറയാം. പലപ്പോഴും മീനിങ് ഫുൾ ആവണമെന്നില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവും അവരെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പിയഗറ്റിന്റെ ഇത് അനുസരിച്ച് ആ ഒരു ഏജ് ആണ്. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് പറഞ്ഞത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. അത് 2 വയസ്സ് തുടങ്ങി 7 വയസ്സ് വരെയാണ് പിയഗറ്റ് ആ സ്റ്റേജിനെ ഡിവൈഡ് ചെയ്തത്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to 7. 2 വയസ്സ് തുടങ്ങി 7 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 3 വയസ്സ് കഴിയുമ്പോഴേക്കും പ്രീ KG-യിലൊക്കെ ആക്കാൻ തുടങ്ങും. മോണ്ടിസോറി സ്കൂളിൽ ചേർക്കുന്ന പ്രായം 3 to 6 ആണ്. 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെ മോണ്ടിസോറി സ്കൂളിലാണ് ചേർക്കാം. നമ്മളിപ്പോ സാധാരണ ഒരു സ്കൂളിലാണ് ചേർക്കുന്നെങ്കിൽ KG-യിൽ കൊണ്ട് ചേർക്കാനാണെങ്കിൽ 4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ LKG അങ്ങനെ ചേർക്കാനായിട്ട് 2.5 വയസ്സ് കഴിയുമ്പോൾ അംഗൻവാടികളിലാക്കാറുണ്ട് അല്ലെ. അതെല്ലാം വരുന്നത് ഈ ഒരു ടൈമിലാണ്. 2 വയസ്സിന് ശേഷം 2 to 7 ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പിന്നെ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ഇവർക്ക് ഭയങ്കര ഡ്രമാറ്റിക് പ്ലേ ആണ്. കണ്ടിട്ടില്ലേ, അമ്മയും കുഞ്ഞും കളിക്കുക, ഇപ്പൊ സ്കൂളിൽ പോയി തുടങ്ങുവാണെങ്കിൽ ടീച്ചറും കുട്ടിയും കളിക്കുക, അങ്ങനെയുള്ള ഡ്രമാറ്റിക് പ്ലേ ആണ് ഈ ഒരു ഏജില്. അപ്പൊ നമ്മള് ശരിക്കും കുട്ടികളെ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇവരുടെ ഇതുപോലുള്ള കളികൾ നമുക്ക് കാണാനായിട്ട് വരും. കറി ഉണ്ടാക്കുക, അതായത് അമ്മ എന്താണോ ചെയ്യുന്നത് അത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കും, അല്ലെങ്കിൽ അച്ഛനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കും. പിന്നെ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുന്ന പോലെ ഇങ്ങനെ കുട്ടികളെ ഫ്രണ്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തിയിട്ടൊക്കെ ഒരു ക്ലാസ് നടത്തും. അങ്ങനെയുള്ള ഡ്രമാറ്റിക് പ്ലേ നടക്കുന്ന ഒരു ടൈമാണിത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജില്. അപ്പോ പിയാഗറ്റ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഒരു 19-ാം നൂറ്റാണ്ടിന് മുമ്പ് പിയാഗറ്റ് പറഞ്ഞു വെച്ച കാര്യം, ഇപ്പൊ ക്ലാസ് റൂമില് ഈ ഒരു ഏജില് ക്ലാസ് റൂമില് ഇതുപോലുള്ള പ്ലേ ചെയ്യാനുള്ള അവസരം കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് അവരുടെ ഡെവലപ്മെന്റിന്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് സഹായകമാകുന്നതാണ് പിയാഗറ്റ് പറയുന്നത്. കാരണം ആ ഒരു ഏജില് അവർക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. സോ അങ്ങനെയുള്ള ഡ്രമാറ്റിക് പ്ലേയിലൂടെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ അത് അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജിനെ നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നതാണ് പിയാഗറ്റ് പറയുന്നത്. നെക്സ്റ്റ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, അത് 7 years തുടങ്ങി 11 years വരെയാണ്. കോൺക്രീറ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞത് സെൻസറി മോട്ടർ ആയിരുന്നു. ബർത്ത് തുടങ്ങി 2 years വരെ അവിടെ സെൻസസും മോട്ടോർ ആക്ടിവിറ്റീസ് മൂവ്മെന്റ്സും ആണ് കുട്ടി യൂസ് ചെയ്തിരുന്നത്. പിന്നെ അപ്പൊ നമ്മള് കുട്ടി പ്രായവരെ വീട്ടിലുണ്ടെങ്കിൽ പറയില്ലേ, അത് നല്ല അവനെ എടുക്കണ്ട, അങ്ങ് വിട്, നല്ല പോലെ കൈയും കാലും ഒക്കെ അനക്കി കളിക്കട്ടെ എന്നൊക്കെ പറയില്ലേ. കുട്ടി ഇങ്ങനെ കിടന്ന് കളിക്കുന്ന പ്രായമാണെങ്കിൽ കൂടിയും, അതായത് അവരുടെ സെൻസസും ആ ഒരു മോട്ടോർ ആക്ഷൻസും ആ ഒരു ഏജ് ആണ് ബർത്ത് തുടങ്ങി 2 years. 2 years തുടങ്ങി 7 years ആവുമ്പോൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ സമയത്ത് കുട്ടിക്ക് ഡ്രമാറ്റിക് പ്ലേ ഭയങ്കര ഇഷ്ടമാണ്. ചില ലാംഗ്വേജ് ഒക്കെ ഫോം ചെയ്തു. ഡ്രമാറ്റിക് പ്ലേ ഇഷ്ടമാണ്. അപ്പൊ കൂടുതലും കുട്ടിയെ ഡ്രമാറ്റിക് പ്ലേക്ക് വേണ്ടിയിട്ട് ക്ലാസ് റൂമുകളിൽ, കാരണം ഈ 7 years എന്നൊക്കെ പറയുമ്പോഴേക്കും ഏതാണ്ട് സ്കൂളിലൊക്കെ പോയി തുടങ്ങി. 4 വയസ്സ് തുടങ്ങിയൊക്കെ 2.5 വയസ്സ് തുടങ്ങി തന്നെ കുട്ടികള് പല രീതിയിലുള്ള പ്രീ KG അംഗൻവാടി അങ്ങനെയൊക്കെ പോയി തുടങ്ങുമല്ലോ. അപ്പൊ ക്ലാസ് റൂമിൽ ഡ്രമാറ്റിക് പ്ലേക്കുള്ള സ്പേസ് കൊടുക്കണം എന്നാണ് പിയാഗറ്റ് പറയുന്നത് ഫോർ ദ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 years തുടങ്ങി 11 years വരെയാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്.
ഏതാണ്ട് ടീനേജിന്റെ അടുത്തെത്താറായല്ല 11 years എന്ന് പറയുമ്പോൾ അഡോളസൻസിലേക്ക് കടക്കാനായിട്ട് പോകും. അപ്പൊ ആ സമയത്ത് എലമെന്ററി സ്കൂളിലായിരിക്കും. 7 years എന്നൊക്കെ പറയുമ്പോൾ ഏത് ക്ലാസ്സിലായിരിക്കും? ഒരു 3ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെ ആയിരിക്കും അല്ലെ? 7 years എന്നൊക്കെ പറയുമ്പോഴേക്കും എലമെന്ററി സ്കൂളിലേക്ക് പോകുന്നു. അപ്പൊ അവർക്ക് പല ഐഡിയാസും മനസ്സിൽ വന്നു തുടങ്ങും. റെപ്രസെന്റ് ചെയ്യാനായിട്ട് അവർക്ക് അറിയാൻ പറ്റും. കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ട്, ലോജിക്കലി ആയിട്ട്. കുഞ്ഞു പ്രായത്തില് ഒരു ഡോള് കൊടുത്ത് അതിന് ജീവനുണ്ട്, അതിനെക്കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നു, അതിനെ കുളിപ്പിക്കുന്നു, ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നു. പക്ഷേ ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് വരുമ്പോൾ ദേ നോ ദാറ്റ് അത് റിയൽ അല്ല, ആ ടോയ്സ് ഒന്നും റിയൽ അല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ലോജിക്കൽ തിങ്കിങ്ങും എല്ലാം അവർക്ക് അവരുടെ യുക്തി ചിന്ത നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, അതെല്ലാം ഇംപ്രൂവ് ആയി തുടങ്ങി. അപ്പം ഏതാണ്ട് അഡൽട്ട് സ്റ്റാൻഡേർഡിന് അടുത്തെത്തുന്ന രീതിയിലുള്ള തിങ്കിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. പിന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ നമുക്കറിയാം ആ ഒരു 7 to 11 അല്ലേ നമ്മൾ ഏകദേശം മാത്സിലാണെങ്കിലും അഡീഷൻ, സബ്ട്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു തുടങ്ങുക. അപ്പൊ അതെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനും അങ്ങനെ അവർക്ക് അക്കാദമിക് ഈ ഒരു ഏജ് നല്ല പോലെ ശ്രദ്ധിക്കുവാണെങ്കിൽ അക്കാദമിക്സിൽ അവരുടെ കൺഫ്യൂഷൻസ് എല്ലാം മാറും. അതേസമയം നമ്മൾ ഈ ഒരു ഏജിൽ കുട്ടിയെ ശ്രദ്ധിച്ചില്ല, അപ്പൊ അത് അവന്റെ അക്കാദമിക്സ് അത് ബാധിക്കും. പിന്നെ എത്ര നോക്കിയാലും കഥയിൽ പോയി വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പ്രായമായവർ പറയില്ലേ. അപ്പൊ അതുകൊണ്ട് അക്കാദമിക്സ് ബ്രില്യൻസ് കുട്ടിയുടെ ഡെവലപ്പ് ആകുന്ന അത് ആ ഒരു പീക്ക് ടൈം പീരീഡ് ആണ് ശരിക്കും ഇത്. അതായത് ഇപ്പൊ അഡീഷന്റെ കാര്യമൊക്കെ പറയുവാണെങ്കിൽ ഇപ്പൊ ടീച്ചർ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുട്ടിക്ക് അത് ലോജിക്കലി മനസ്സിലാകുവാണ്. ഏതെങ്കിലും ഒരു നമ്പറിന്റെ കൂടെ ഒന്നും ആഡ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും ആൻസർ? സോ അവന് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും സെയിം നമ്പർ. ഒന്നും ആഡ് ചെയ്തില്ലെങ്കിൽ സെയിം നമ്പർ, ഒന്നും അതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്തില്ലെങ്കിലോ സെയിം നമ്പർ. അപ്പൊ അങ്ങനെയുള്ള ലോജിക്കലി ഉള്ള തിങ്കിങ് എല്ലാം കറക്റ്റ് ആവും. അപ്പൊ അത് സെയിം ആയിട്ട് തന്നെ നിൽക്കും. അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അത് അങ്ങനെയുള്ള അരിത്തമെറ്റിക് രീതിയിലുള്ള ടാസ്കുകളെല്ലാം മനസ്സിലാവും. അഡീഷൻ, സബ്ട്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. അപ്പൊ കുട്ടിക്ക് അറിയാം അവൻ പല മെന്റൽ കാൽക്കുലേഷൻസും ഇവന് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് ആണ് ഇതെന്നാണ് പിയാഗെറ്റ് പറയുന്നത്. സ്കില്ല് കൂടുവാണ് ഈ ഒരു പ്രായത്തില്. നേരത്തെയുള്ള സ്റ്റേജിനേക്കാളും ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ കുട്ടിയുടെ സ്കില്ല് കൂടുവാണ്. നമ്മൾ സ്കൂളിലൊരു സയൻസ് എക്സ്പെരിമെന്റോ എക്സിബിഷനോ ഒക്കെ വയ്ക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പല കാര്യങ്ങളും കുട്ടികൾ ചെയ്യും. മാത്സിന്റെ എന്തെങ്കിലും ആക്ടിവിറ്റി ആണെങ്കിലും അതിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യും. അക്കാദമിക്സ് നല്ല രീതിയിൽ ഡെവലപ്പ് ആകുന്ന ഒരു ഏജ്. നെക്സ്റ്റ് സ്റ്റേജ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുമ്പോൾ നമുക്ക് ഈ സ്റ്റേജസ് ഒന്ന് റിവ്യൂ ചെയ്യാം. പിയാഗെറ്റ് ആണ് ഇത് പറഞ്ഞത്, ഓർക്കുക. പിയാഗെറ്റ് ഒറ്റയ്ക്ക് വളർന്ന കുട്ടിയാണ്. നമുക്കിനി അത് കഴിയുമ്പോൾ വിഡോസ്കിയിലേക്ക് പോകും. വിഡോസ്കി എല്ലാവരുമായിട്ട് കൂടി ചേർന്ന് വളർന്ന് സോഷ്യലൈസ് ചെയ്ത് അങ്ങനെയുള്ള ഒരു ഫാമിലിയിലുള്ള ആളും, പിയാഗെറ്റ് ലോൺലിനെസ് കൂടുതൽ അനുഭവിച്ച ഒരാളും. അപ്പൊ അവരുടെ രണ്ടുപേരുടെ ഒബ്സർവേഷൻ നമുക്കൊന്ന് നോക്കാം. കുഴപ്പമില്ലല്ലോ, PDF ഇല്ല അതുകൊണ്ട് വേണ്ട എന്നൊക്കെ തോന്നുന്നുണ്ടോ? നമ്മുടെ കോഴ്സ് ഇതാണ്. നമ്മൾ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഔട്ട്. അത് പേഴ്സണലിയും ഹെൽപ്പ് ചെയ്യും, പ്രൊഫഷണലിയും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Okay, thank you, ma'am. Thank you. പുൽച്ചാടിയും പച്ചക്കുതിരയും ഒന്നാണോ? എനിക്കറിയില്ല കേട്ടോ, അല്ല തോന്നുന്നു. Thank you, ma'am. ആ പുൽച്ചാടി, പച്ചത്തുള്ളൻ, പച്ചക്കുതിര ഒക്കെ പറയും. ആണോ? എന്തോ മാം, ജീൻ പിയാജറ്റ് ആണോ അല്ല ജീൻ പിയാഷെ എന്നാണോ? PAGT
ആ ഞാൻ ജീൻ പിയാഷെ പിയാജറ്റ് എന്നാണ് പ്രൊനൗൺസ് ചെയ്തത്, പിയാജെറ്റ് എന്നാണോ? എനിക്ക് ആളുടെ പേരായതുകൊണ്ടേ പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കാൻ ഇച്ചിരി പാടാം. JEANPIAGET. ഞാൻ പിയാജറ്റ് എന്നാണ് പ്രൊനൗൺസ് ചെയ്തത്. പിയാജറ്റ് പിയാഗറ്റ് അല്ലേ? എന്തോ പിയാഗറ്റ് എന്നല്ലേ? ആ ഗെറ്റാണോ ജെറ്റാണോ? അറിയില്ല. പിയാഷെ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ജെയിൻ പിയാഷെ എന്ന് പറഞ്ഞത് അത് ആ ആണോ? ഇവര് മാം അതിന്റെ സ്പെല്ലിംഗ് ഒന്നുകൂടി പറഞ്ഞുതരോ? ജീൻ അതിന്റെ സ്പെല്ലിംഗ് ഒന്നുകൂടി പറഞ്ഞു. JEANPIAGET. നമുക്ക് നമ്മുടെ മാം അസൈൻമെന്റ് എഴുതാൻ നേരത്ത് ജീൻ പിയാഗട്ട് എന്ന് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരാളുടെ പേര് പല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാമല്ലോ. കാരണം എന്റെ പേര് ആദ്യം GISH എന്ന് വീട്ടിൽ നിന്ന് എഴുതി വിട്ടു. 4th സ്റ്റാൻഡേർഡിൽ 5th സ്റ്റാൻഡേർഡിലേക്ക് പോകാൻ നേരത്ത് ജെ ആണ് കറക്റ്റ് ശരിക്കും പറയുവാണ്. സൈക്കോളജി ചാപ്റ്ററിൽ ശരണ്യ പറഞ്ഞത് അല്ലേ? കണക്റ്റഡ് ആണോ ചാപ്റ്റേഴ്സ്? ചോദിച്ചോട്ടെ, മാമ് വേറെ മിസ്സിന്റെ പകരം വന്നതാണോ? നമ്മൾ ഈ ലെക്ചർ നോട്ട്സ് എഴുതാറുണ്ട്. അപ്പൊ ഓരോ മിസ്സിനും ഓരോ നോട്ട്സാ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ഏതിലാ ഫോളോ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിട്ട്. ഞാൻ ഇത് എടുക്കാൻ കാരണം അശ്വതി മിസ്സും ശരണ്യ മാം പോയി. ശരണ്യ എടുക്കുന്ന പോർഷൻ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ് എടുക്കാൻ തുടങ്ങിയത്. ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ഡെവലപ്മെന്റ് സ്റ്റേജസിൽ. അതുകൊണ്ടാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തത്. സൈക്കോളജി അല്ലേ ശരണ്യ? ഇനി അതിന്റെ ബാക്കി എഡ്യൂക്കേഷണൽ സൈക്കോളജി അങ്ങനെയുള്ള ഭാഗം എടുക്കും. സോ ഈ ഒരു പാർട്ട് കഴിയുമ്പോഴേക്കും റെക്കോർഡ് റൈറ്റിംഗിന്റെ ഡീറ്റെയിൽസ് തരാം. എന്തോ മാം മോണ്ടിസോറി ടീച്ചറായിട്ട് വർക്ക് ചെയ്തായിരുന്നാണോ? ഞാൻ PG ഡിപ്ലോമ ഇൻ മോണ്ടിസോറി കഴിഞ്ഞതാണ്. ഞാനൊരു പ്യുവർ മോണ്ടിസോറി സ്കൂളിൽ 1 ഇയറോളം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂളിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി അവരെ ഏൽപ്പിക്കാൻ പോയപ്പോ എനിക്ക് അത്രയും ഒരു അവര് സിംഗപ്പൂരേക്ക് മൂവ് ചെയ്യുമായിരുന്നു. സാറിന്റെ വൈഫ് ചൈനക്കാരിയാണ്. അപ്പൊ അങ്ങനെ സാറ് ഫാമിലിയുടെ കൂടെ സിംഗപ്പൂർ മൂവ് ചെയ്യാനായിട്ടുള്ള സ്കൂള് മുഴുവൻ ഞാൻ അത് പറ്റില്ല. ശരി പണിയാ. Okay, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.